നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ നമ്മൾ നോക്കിയിരുന്നത്. അതായത് യൂണിയൻ ടെറിട്ടറി, അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ ബേസിക്സ് നമ്മൾ നോക്കി, സാലിയന്റ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മൾ നോക്കി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നോക്കാനുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പ്രിലിംസിനും മെയിൻസിനും മോസ്റ്റ് പ്രോബബ്ലി എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. പ്രിലിംസിന് ഏതായാലും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ദർ വിൽ ബി വൺ ക്വസ്റ്റ്യൻ ഫ്രം ഇൻ പ്രിലിംസ്, മിനിമം വൺ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതേസമയം മെയിൻസിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻസിൽ ഈ റൈറ്റ്സിൻ്റെ ഓവറോൾ ഇവാലുവേഷനും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഐഡിയാസിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടിക്കിൾ 12 to 13, 12ഉം 13ഉമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഓരോ ക്ലാസ്സിൽ ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് ഫിനിഷ് ചെയ്ത് പോകുന്നതായിരിക്കും നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദി ബേസിക്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇതിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എന്താണ് റൈറ്റ്സ്, വാട്ട് ഈസ് റൈറ്റ്സ്. നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ നേരത്തെയുള്ള വീഡിയോസ് കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരിക. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഗിവ് യർ ടൈം ടു ലേൺ ദ ബേസിക്സ്. മാക്സിമം ടൈം നമുക്ക് ബേസിക്സിന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് വരാൻ. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർക്കാനുള്ളത്. ഒന്ന് റൈറ്റ്സ്, എന്താണ് റൈറ്റ്സ് എന്നുള്ളത് അറിയണം. രണ്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. റൈറ്റ്സും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ നമ്മൾ നോക്കുകയാണെങ്കിൽ, റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദീസ് ആർ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് കൊടുത്തിട്ടുള്ള ഒരു പ്രിവിലേജസ് ആണ്. അതായത് എനിക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ദ പ്രിവിലേജ് ടു ഡു സർട്ടൻ activities. For example, India right to freedom of speech ഉണ്ട്, which means that an individual can give freedom of have freedom of speech. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ അഭിപ്രായങ്ങളെ തുറന്നു പറയാനുള്ള റൈറ്റ് എനിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ റൈറ്റ് ആണ്, പ്രിവിലേജ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മീൻ ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് വിളിക്കുക. അതായത് ഇതില്ലാതെ നമുക്ക് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലൈഫ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരേ സമയം റൈറ്റ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്തേക്കുന്നത് എന്താണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് മാത്രമല്ല വേറെ റൈറ്റുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജനറൽ റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു 3-4 തരത്തിലുള്ള റൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ ആർട്ടിക്കിൾസിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന റൈറ്റ്സുകളെല്ലാം നമുക്ക് എന്താണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസാണ്. ഇനി വേറൊരു ടൈപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ആസ്പെക്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് മെൻഷൻ ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ആർട്ടിക്കിൾ 326 യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ജനറലി ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, പക്ഷേ എല്ലാ ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടവകാശം ഉണ്ട്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള വോട്ടവകാശം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിരുന്നു. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ്. ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ റൈറ്റ് ടു നാഷണൽ ഫുഡ് സെക്യൂരിറ്റീസ് ആക്ട്, അല്ലെങ്കിൽ റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റീസ് ആക്ട്. ഇതെന്താണ്, ലീഗൽ റൈറ്റ് ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്താണ്, പക്ഷേ ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എൻഷുർ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ലീഗൽ റൈറ്റ് എന്ന് വിളിക്കും. ആൻഡ് ഇതൊന്നും അല്ലാതെ ചിലപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും, കസ്റ്റമറി റൈറ്റ്സ് കാണാൻ പറ്റും. ജനറലി നമ്മൾ പറയുന്ന കസ്റ്റമറി റൈറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൽഡേഴ്സിനെ ബഹുമാനിക്കുക, ഇതൊരു ഡ്യൂട്ടിയാണ്. ഈ ഡ്യൂട്ടി നമ്മൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൽഡേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്, ദേ വിൽ ഗെറ്റ് റെസ്പെക്ട്. അവർക്ക് റൈറ്റ് ആയിട്ട് ചിലപ്പോൾ അവർ ബിൽഡ് ചെയ്യാറുണ്ട്. ഞാൻ ഓണം കൂടുതൽ ഉണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ അനുസരിക്കണമെന്നൊക്കെ ആളുകൾ പറയാറില്ലേ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു കസ്റ്റമറി റൈറ്റ്. എവിടെയും പറഞ്ഞിട്ടില്ല, പൊളിറ്റിക്കലി ഇത് അവൈലബിൾ അല്ല. ഒരു സോഷ്യൽ കസ്റ്റംസ് വഴി വരുന്ന റൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, കസ്റ്റമറി റൈറ്റ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ് നമ്മൾ കാണാനുണ്ട്, അല്ല കാണാൻ പറ്റാറുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആസ്പെക്റ്റിനെയാണ്. അപ്പോൾ അതിൽ ഒന്നാമത് മനസ്സിലാക്കിയിരിക്കേണ്ട ആർട്ടിക്കിൾ 12 to 35 അല്ലെ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നത്.
ആൻഡ് ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ. നമ്മൾ പ്രിയാമ്പിൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ദീസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ, അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോർട്ടിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോർട്ടിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ഒരു കേസ് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദീസ് ആർ ജസ്റ്റിഷ്യബിൾ റൈറ്റ്. പാർട്ട് 12 ആർട്ടിക്കിൾ 12 to 35 ആണ്, പാർട്ട് 3 ആണ്. ആൻഡ് ദീസ് ആർ ജസ്റ്റിഷ്യബിൾ. ബേസിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജനറലി എന്താണ്, പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്. ഓർത്തിരിക്കുക, പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണലിസം അല്ലെങ്കിൽ ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ഗവൺമെന്റിനെ എന്ത് ചെയ്തേക്കുവാണ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ലിമിറ്റ് ചെയ്തേക്കുവാണ്, കണ്ടെയ്ൻ ചെയ്തേക്കുവാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിമിറ്റഡ് ഗവർണൻസ് അല്ലെ ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് നമ്മൾ വിളിക്കുക, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റിൽ 2 റൈറ്റ് ആണ് കൊടുക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ഡെമോക്രസി, അതായത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇക്വാലിറ്റി ആവാം, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. സിമിലർലി കോൺസ്റ്റിറ്റ്യൂഷണൽ, ഗവൺമെന്റ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല, റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട്, ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല, കർട്ടൈൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇവിടെ എൻഷുർ ചെയ്യുന്ന എന്താണ്, പൊളിറ്റിക്കൽ ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ എല്ലാം വരും, നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ലൈഫ്, ലിബർട്ടി, ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റും അവിടെ വരും. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ജനറലി ഗവൺമെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനിഷ്യലി 1950 നമ്മുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പോൾ അവിടെ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കറന്റ് 6 ഉള്ളൂ. 7ാമത്തെ ഏതായിരുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി. ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, നമ്മൾ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ അബോളിഷ് ചെയ്തു. അത് നമുക്ക് 300A മൂവ് ചെയ്തു. നമുക്കൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ പിന്നെ നടത്താം. ഓർത്തിരിക്കാം, ഇപ്പൊ ഇനിഷ്യലി 7 ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പൊ എത്രയേ ഉള്ളൂ, 6 ഉള്ളൂ. ഇപ്പൊ നമുക്ക് 6 ഇവിടെ നമുക്ക് കാണാനായിട്ട് ഉള്ളൂ. 6 ഉള്ളൂ. 7ാമത്തെ അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ആർട്ടിക്കിളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ഇട്ടിരുന്നാൽ മതി, വി വിൽ റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. അതുപോലെ തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഫർദർ ഇന്ററാക്ഷൻസ് വളരെ എസെൻഷ്യൽ ആണ്. ഇഫ് യു ആർ കൺസിഡറിംഗ് പോളിറ്റി, വി വിൽ ഇംപ്രൂവ് അപ്പോൺ ദാറ്റ്. അത് സം ആർ അവൈലബിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. സം ആർ അവൈലബിൾ ടു സിറ്റിസൺസ്. ചില റൈറ്റ് സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് എന്തുണ്ട്, സിറ്റിസൺസും ഫോറിനേഴ്സിനും കമ്പനീസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, സ്പീച്ച് ജനറലി ആർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെ റൈറ്റ് ടു കൾച്ചറൽ റൈറ്റ്സ് അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെ എൻഷുർ ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 29, 30 ഒക്കെ പറയും. 29, 30 ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസ്. സിറ്റിസൺസിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് എൻ്റെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഇപ്പം മലയാളം എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണ് ഇന്ത്യ മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ തമിഴ്നാട്ടിൽ പോയി, എൻ്റെ റൈറ്റിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, മലയാളത്തിനെ എനിക്ക് പഠിക്കാൻ പറ്റും, പഠിക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വിചാരിക്കുക, ഫ്രാൻസിൽ നിന്ന് ഒരാൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു, അവർ പറയാൻ പറ്റുമോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണെന്ന്? എന്തുകൊണ്ട് പറ്റില്ല? ബിക്കോസ് നമ്മൾ ഫോറിനേഴ്സിന് എല്ലാ റൈറ്റും കൊടുക്കുന്നില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജനറലി എല്ലാ സിറ്റിസൺസിനും കിട്ടും, ചില റൈറ്റുകൾ മാത്രം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ വരുന്നവരുടെ എല്ലാവരുടെ ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതെന്താണ്, റൈറ്റ് ടു ലൈഫ് എല്ലാവർക്കും കിട്ടും, പക്ഷേ റൈറ്റ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് കൾച്ചറൽ മൈനോറിറ്റീസ് എന്ത് ചെയ്യില്ല, എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന ഒന്നാമത്തെ ഐഡിയ ഇതായിരുന്നു, ദാറ്റ് ഈസ് സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ്. 2 പേർക്കും ഡിഫറൻസിയേഷൻ ഉണ്ട്. അതായത് സിറ്റിസൺസിന് മാത്രം കിട്ടുന്ന റൈറ്റും ഉണ്ട്, സിറ്റിസൺസിനും ഫോറിനേഴ്സിനും കമ്പനീസിനും ഒക്കെ കിട്ടുന്ന റൈറ്റും ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഇനി അത് ഓർത്തിരിക്കുക, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആബ്സലൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ഇതെന്താണ്, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതെന്താണ്, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമ്മൾ ബേസിക്സ് പഠിച്ചപ്പോൾ നമ്മൾ ലിബർട്ടി ഡിസ്കസ് ചെയ്തപ്പോൾ ലിബർട്ടിയുടെ സ്ഥലത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ലിബർട്ടി ഇൻ ഇന്ത്യ ഡസ് നോട്ട് മീൻസ് ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ്. അതായത്
എന്തില്ല ഒരു കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂ ഒന്നും ഇല്ലാത്തൊരു സിസ്റ്റത്തിനെ അല്ല നമ്മൾ എന്ത് വിളിച്ചത് റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ ലിബർട്ടി എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ എന്താണ് പൊട്ടൻഷ്യൽ ടു അച്ചീവ് എ ഗോൾ അല്ലെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യലിനെ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് ഞാൻ എന്ത് പറയാം ഫ്രീഡം എന്ന് പറയാം അല്ലെങ്കിൽ ലിബർട്ടി എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇത് ആബ്സലൂട്ട് അല്ല, എനിക്ക് തോന്നുന്ന എല്ലാം ചെയ്യാം എന്നല്ല ഇതിൻ്റെ അർത്ഥം. എനിക്ക് എന്ത് ചെയ്യാം ക്വാളിഫൈഡ് ആണ്, ഇതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റം വിച്ച് മീൻസ് ദാറ്റ് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എനിക്ക് ചെയ്യുമ്പോൾ വേറൊരാളെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാൻ പാടില്ല, വേറൊരാളെ ഇതിനെ നെഗറ്റീവ്ലി ഞാൻ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആബ്സലൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ all of them are against the state and some of them are against private individuals. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റേറ്റിനെതിരെ ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം, നമുക്ക് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോൾ ആർട്ടിക്കിൾ 21 ഇതിനകത്ത് നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ലൈഫ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. റൈറ്റ് ടു ലൈഫ് ആണുള്ളത്. ഈ റൈറ്റ് ടു ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം എന്നെ ഒരാൾ കൊല്ലില്ല എന്നല്ല പറയുന്നത്, എന്നെ കൊല്ലുന്നൊരു കണ്ടീഷൻ. അപ്പോൾ വിചാരിക്കാം നിങ്ങൾ ഒരാൾ എന്ത് ചെയ്തു, ഞാൻ പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു, നിങ്ങൾ എന്നെ കൊല്ലുന്നു. എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ അല്ല, ഇതൊരു ക്രൈം മാത്രമായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഒരാളെ കൊല്ലുന്നത് എന്താണ് ഒരു ക്രൈമാണ്. അതേസമയം സ്റ്റേറ്റ് എന്ത് ചെയ്യുകയാണ് ഒരാളെ കൊല്ലുവാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എൻകൗണ്ടർ, നിങ്ങൾ കേട്ടിട്ടില്ല എൻകൗണ്ടർ എന്ന് പറയുന്നത്, ഈ എൻകൗണ്ടർ ഒരു ഫോൾസ് അല്ലെങ്കിൽ ഒരു ഫേക്ക് എൻകൗണ്ടർ നടത്തിയിട്ട് എന്ത് ചെയ്യുകയാണ് ഒരാളെ കൊല്ലുവാണ്. ദിസ് ഈസ് വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും അവൈലബിൾ ആവുന്നത് സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആണ്. ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. പക്ഷെ ചില റൈറ്റ്സ് ഉണ്ട്, അത് ആർക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും ഉപയോഗിക്കാൻ പറ്റും. റിമെമ്പർ ദിസ്, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ഉപയോഗിക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ആർട്ടിക്കിൾ 17 ആണ്, അൺടച്ചബിലിറ്റി. അത് സ്റ്റേറ്റ് ചെയ്താലും ഒരു ഇൻഡിവിജ്വൽ ചെയ്താലും ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുന്നത് നോട്ട്സിൽ റണ്ണിങ് നോട്ട്സ് എഴുതുമ്പോൾ ഇത് തന്നെ നോട്ട് ചെയ്ത് പോവുക. കാരണം ലക്ഷ്മിയാന്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല. എൻ്റെ ക്ലാസ്സുകളും കൂടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സിനെ ഫോർമുലേറ്റ് ചെയ്യാൻ. ഇതാണ് അടുത്ത ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് എല്ലാ റൈറ്റ്സും സ്റ്റേറ്റിനെതിരാണ്, പക്ഷെ ചിലത് മാത്രം എന്താണ് സ്റ്റേറ്റിനെതിരെയും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി അടുത്ത നോക്കിയേ, ദീസ് ആർ നെഗറ്റീവ് ഇൻ നേച്ചർ. അതായത് ചില റൈറ്റുകൾ എന്ത് ചെയ്യുകയാണ് നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് സ്റ്റേറ്റ്. നെഗറ്റീവ് സെൻസിൽ പറയുകയാണെങ്കിൽ ഇത് സ്റ്റേറ്റിനോട് പറയുവാണ് ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ റൈറ്റ് ടു ലൈഫ് പറഞ്ഞില്ലേ, അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡു ദിസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലിബർട്ടി ഓർ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഒരാൾക്കെതിരെ പോലും ഈ ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 എടുക്കണം, റൈറ്റ് ടു ഇക്വാലിറ്റി പറയുകയാണ് അവിടെ പറയുന്നത് സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ്, സ്റ്റേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതായത് സ്റ്റേറ്റിന് ഇത് നെഗറ്റീവും അതേസമയം ഇൻഡിവിജ്വൽസിന് എന്താണ് ഇത് പോസിറ്റീവുമാണ്. ഇൻഡിവിജ്വൽസിനോട് പറയുവാണ് സ്റ്റേറ്റ് നിങ്ങൾക്കെതിരെ ഈ ആക്ഷൻ എടുക്കില്ല, യു ആർ ഫ്രീ ടു ഡു ദീസ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നെഗറ്റീവ് ഇൻസ്റ്റൻസും പോസിറ്റീവ് ഇൻസ്റ്റൻസും നമുക്ക് കാണാൻ പറ്റും. നെഗറ്റീവും പോസിറ്റീവും നമുക്ക് കാണാൻ പറ്റും. നെഗറ്റീവ് ഫോർ സ്റ്റേറ്റ് ആൻഡ് പോസിറ്റീവ് ഫോർ ഇൻഡിവിജ്വൽസ്.